ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. വിശുദ്ധ സഭായോഗമായി നാം ദൈവത്തിൻ്റെ സന്നിധിയോടെ ചേർന്ന് വന്നിരിക്കുകയാണ്. എല്ലാവർക്കും കഴിയുന്നത്രയും അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. എനിക്കറിയാം, എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയുന്നവർ മാത്രം. പലർ രോഗങ്ങളിലായിരിക്കുന്നവരുണ്ട്, ഹോസ്പിറ്റലായിരിക്കുന്നവരുണ്ട്, യാത്രയിലായിരിക്കുന്നവരുണ്ട്, പലവിധ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളോടൊപ്പം ഈ ആരാധനയിൽ ചേരുന്നവരുണ്ട്. എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയുന്നവർ മാത്രം എഴുന്നേറ്റ് നിൽക്കുകയും കൊയർ ഇപ്പോൾ ഒരു പാട്ട് ലീഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയനിലങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങപ്പെടുകയും ചെയ്യുമാറാകട്ടെ. വന്ദനം യേശുപര, നിനക്കെന്നും വന്ദനം യേശുപര എന്നുള്ള പാട്ട് പാടുമ്പോൾ ധ്യാനത്തോട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. വന്ദനം യേശുപര, നിനക്കെന്നും വന്ദനം യേശുപര. വന്ദനം യേശുപര, നിനക്കെന്നും വന്ദനം യേശുപര. വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവാ. വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവാ. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനാ. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനാ. തന്ന നിന്നുന്നതമാ കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേ. തന്ന നിന്നുന്നതമാ കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേ. ധീരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവപുതുവഴിയായി. ധീരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവപുതുവഴിയായി. നിന്നടിയാർക്കു പിതാവിൻ സന്നിധം വന്നിടാമേ സദതം. നിന്നടിയാർക്കു പിതാവിൻ സന്നിധം വന്നിടാമേ സദതം. ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പുഴുക്കൾ കരുളാൻ. ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പുഴുക്കൾ കരുളാൻ.
മരുകുലത്തിനു രക്ഷാകരൻ നീ. മന്നരിൽ മന്നവൻ നീ, മരുകുലത്തിനു രക്ഷാകരൻ നീ. നിന്നും പ്രഭാവമുള്ളോൻ പിതാവിനു സന്നിധൻ നീയല്ലയോ. ഹല്ലേലൂയ. നിന്നും പ്രഭാവമുള്ളോൻ പിതാവിനു സന്നിധൻ നീയല്ലയോ. നീയൊഴികെ ഞങ്ങൾക്കു സുരലോകെ ആരുള്ളു ജീവനാഥ. നീയൊഴികെ ഞങ്ങൾക്കു സുരലോകെ ആരുള്ളു ജീവനാഥ. നീയൊഴികെ ഇഹത്തിൽ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ പരമേ. നീയൊഴികെ ഇഹത്തിൽ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ പരമേ. വന്ദനം യേശുപരാ, നിനക്കെന്നും വന്ദനം യേശുപരാ. വന്ദനം യേശുപരാ, നിനക്കെന്നും വന്ദനം യേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവാ. വന്ദനം ചെയ്യുന്നു, വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവാ. ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. വിശുദ്ധ സഭായോഗം കർത്താവേ, നിന്റെ മക്കളായ അടിയങ്ങൾക്ക് ഒന്നിച്ച് അവിടുത്തെ പാദപീഠ ചേർന്ന് വന്ന് അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ ആരാധിക്കുവാൻ കർത്താവേ, ജീവിതത്തിൽ ഈ മുൻകൂടാരത്തിൽ ഞങ്ങൾക്ക് തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. തലമുറ തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതവും കോട്ടയും ആകുന്നു കർത്താവേ. നീ പർവ്വതങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും നിർമ്മിക്കുന്നതിന് മുന്നമേ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ഹല്ലേലൂയ. നിത്യനായ ശാശ്വതമായ ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവെ, ഇന്ന് പകലിൽ നിന്റെ മക്കളായ അടിയങ്ങൾ ഒന്നിച്ചായിരിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണം. ഹല്ലേലൂയ. കർത്താവെ, അങ്ങയുടെ മുഖത്തിൻ്റെ ശോഭ കണ്ട് കർത്താവിനെ ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ജനത്തെ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും കർത്താവിൻ്റെ നാമത്തിനും മഹത്വത്തിനും ഞങ്ങൾക്ക് അനുഗ്രഹത്തിനും കാരണമാക്കി തീർക്കണം. പാടുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണം, പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ശുശ്രൂഷകൾ ലീഡ് ചെയ്യുവാൻ കർത്താവെ, ദാസന്മാരെ അവിടുന്ന് അധികാരപ്പെടുത്തുമാറാകണം. ഹല്ലേലൂയ. കർത്താവെ, വചനത്തിൻ്റെ വാതിലുകൾ ഞങ്ങളുടെ മുന്നിൽ തുറന്നു തരുമാറാകണം. അവിടുത്തെ സന്നിധിയിലെ സന്തോഷം ഇന്നത് ഞങ്ങൾ അനുഭവിപ്പാൻ ഇന്ന് പകലിൽ കർത്താവെ വീണ്ടും ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് മുറ്റുമായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൈതങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ യൗവനക്കാർക്കായിട്ട്, ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ മാതാപിതാക്കൾക്കായിട്ട് കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെയിരിക്കും. അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ കർത്താവേ, അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്ത വിധങ്ങളെ ഓർത്ത് നന്ദി പറയുവാൻ, ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ ഒന്നിച്ച് പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കും. അവിടുത്തെ സന്നിധികളായിരിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ നാമം മഹിമപ്പെടുവാൻ കർത്താവ് ഇടയാക്കിക്കാട്ടെ. വരവനായിട്ട് ഞങ്ങളെ ഒരുക്കിക്കാട്ടെ. അവിടുത്തെ ശക്തി ഞങ്ങളുടെ മേൽ പകർന്നാട്ടെ. പ്രാർത്ഥന കേട്ടതിനാലും നന്ദി. ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ സഭായോഗമായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി വന്ദനം ചെയ്യുന്നു. എല്ലാവരും കഴിയുന്നത്രയും അതാത് സ്ഥലങ്ങളിൽ ഇരിക്കുകയും ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കുവാനും കരങ്ങളെ തട്ടിപ്പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ.
നിത്യമാം സ്നേഹത്തിൻ ആഴം ഉയരവും എന്നുള്ള പാട്ട് നമ്മൾ പാടുവാനായിട്ട് പോവുകയാണ്. കൊയറ പാട്ട് ലീഡ് ചെയ്യുമ്പോൾ നമുക്കെല്ലാവർക്കും ചേർന്ന് ആ വരികൾ അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി കർത്താവിനെ പാടി സ്തുതിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നിത്യമാം സ്നേഹത്തിൻ ആഴം ഉയരവും നീളവും വീതിയും വർണ്ണിച്ചിടാം. ഹല്ലേലൂയ. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. കർത്താധി കർത്താവായി രാജാധി രാജാവായി ഇഹലോക രാജ്യങ്ങൾ നേടിടാതെ. ഓ കർത്താധി കർത്താവായി രാജാധി രാജാവായി ഇഹലോക രാജ്യങ്ങൾ നേടിടാതെ. കാൽവരി മേടതിൽ പാപിയെ നേടുവാൻ യാഗമായി തീർന്നിതോ രക്തവും ചിന്തിയെ. കാൽവരി മേടതിൽ പാപിയെ നേടുവാൻ യാഗമായി തീർന്നിതോ നിത്യമാം സ്നേഹം. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. ഉലകിലെൻ അരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. ഉലകിലെൻ അരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. എങ്കിലോ കാൽവരി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞു പോമിവയെല്ലാം മഞ്ഞുപോലെ. ആമേൻ. എങ്കിലോ കാൽവരി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞു പോമിവയെല്ലാം മഞ്ഞുപോലെ. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. കൂട്ടുകാർ പിരിഞ്ഞിടും, സോദരർ കൈവിടും, മാതാപിതാക്കളും മറന്നു പോകും. കൂട്ടുകാർ പിരിഞ്ഞിടും, സോദരർ കൈവിടും, മാതാപിതാക്കളും മറന്നു പോകും. മരണത്തിൻ കൂരിരുൾ താഴ്വര കഴിവോളം ഇരിയാതൻ കൂടെ
വസിപ്പതിനായി ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി പിരിയാത്ത സ്നേഹിത തീരാത്ത പ്രേമമേ നീ എൻ്റെ നിത്യാവകാശമല്ലേ പിരിയാത്ത സ്നേഹിത തീരാത്ത പ്രേമമേ നീ എൻ്റെ നിത്യാവകാശമല്ലേ ഈ ഭൂവിൽ മാത്രമോ നിത്യയുഗങ്ങളിലും എൻ പ്രേമകാന്തനായി നീ വന്നിടുമേ ഈ ഭൂവിൽ മാത്രമോ നിത്യയുഗങ്ങളിലും എൻ പ്രേമകാന്തനായി നീ വന്നിടുമേ നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം ഓ നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ഉലകിലെന്നരികിലായി ഉലകിലെന്നരികിലായി പ്രിയമായ പലതുണ്ട് അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട് യെസ് ഉലകിലെന്നരികിലായി പ്രിയമായ പലതുണ്ട് അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട് എങ്കിലോ കാൽവരി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞു പോം ഇവയെല്ലാം മഞ്ഞുപോലെ എങ്കിലോ കാൽവരി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞു പോം ഇവയെല്ലാം മഞ്ഞുപോലെ ശക്തിയോടെ നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി ഓ ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി ഹല്ലേലൂയ 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 ദൈവത്തെ പാടി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഒന്നിച്ച ദൈവത്തിൻ്റെ സന്നിധിയിലെ സന്തോഷം അനുഭവിപ്പാനും കർത്താവ് നമ്മളെ സഹായിക്കുന്നത് എല്ലാത്തിനായിട്ട് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ഓൺലൈനായിട്ടാണെങ്കിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒന്നിച്ച് ഏകഹൃദയത്തോടെ കർത്താവിനെ ആരാധിക്കുവാനും പാടി സ്തുതിക്കുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുവാനും കർത്താവ് നമ്മൾക്ക് തരുന്ന എല്ലാ ഭാഗ്യത്തിനായിട്ട് എല്ലാ നല്ല അവസരങ്ങൾക്കായിട്ടും നന്ദി പറയാം. ഹല്ലേലൂയ. കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ കൃതി എന്തു നല്ല ആശ്വാസം. ഹല്ലേലൂയ ഹല്ലേലൂയ. കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദി എന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം കൃപയാൽ മനോഹരമാ. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം
ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും, ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയൊന്നെന്നാശ്രയമായി. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയൊന്നെന്നാശ്രയം. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും, ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയൊന്നെന്നാശ്രയമായി. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയൊന്നെന്നാശ്രയമായി. കൃപയൊന്നെന്നാശ്രയമായി. കൃപയൊന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാളും. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോരവൈരിയൻ ബലം അവൻ തകർത്തല്ലോ, എന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. എന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോരവൈരിയൻ ബലം അവൻ തകർത്തല്ലോ, എന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. എന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപയൊന്നെന്നാശ്രയമായി. കൃപയൊന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാളും. ഓ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാളും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമനിക്കവനെന്നാളും, തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും, തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. കൃപയൊന്നെന്നാശ്രയമായി. കൃപയൊന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതി. കൃപയേറും കർത്താവ്. കൃപയേറും കർത്താവിലെ വിശ്വാസം, അതിനാൽ ഹൃദയെന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം, കൃപയാൽ മനോഹരമായി. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം, കൃപയാൽ കൃപയൊന്നെന്നാശ്രയമായി. കൃപയൊന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാളും. ചേർത്ത് പാടിയാട്ടെ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാളും. കൃപയൊന്നെന്നാശ്രയമായി. കൃപയൊന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാളും. ഓ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാളും. ഓ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാളും. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പാടി സന്തോഷിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ. എല്ലാ
നല്ല അനുഭവങ്ങൾക്കായിട്ടും ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയ എന്തു നല്ല ആശ്വാസം, ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം, കൃപയാൽ മനോഹരമാണ്. ഹല്ലേലൂയ. ദൈവം കൃപയാൽ ഓരോ ദിവസവും നമ്മളെ നടത്തുന്ന ദൈവത്തിൻ്റെ ആ വലിയ എല്ലാ നല്ല അനുഭവങ്ങൾക്കായിട്ടും ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ചേർന്ന് പാടി ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുവാൻ കർത്താവ് നമുക്ക് തരുന്ന എല്ലാ നല്ല അനുഭവങ്ങൾക്കായിട്ടും ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നാം ചേർന്ന് പാടുകയും സന്തോഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിരുവചനം കരങ്ങളിലുള്ളവരെല്ലാവരും വചനം എടുക്കുവാനും നമ്മൾ ബൈബിൾ റീഡിങ്ങിൻ്റെ ശുശ്രൂഷയിലേക്ക് കടക്കുവാനും പോവുകയാണ്. ബൈബിൾ റീഡിങ്ങിനായിട്ട് സിസ്റ്റർ ഷെബി തോമസ് മുന്നോട്ട് കടന്നു വരികയും ബൈബിൾ റീഡിങ്ങിൽ നമ്മെ സഹായിക്കുകയും ചെയ്യും. കരങ്ങളിൽ ബൈബിളുള്ളവരെല്ലാവരും അതെടുക്കുവാനും വായിക്കുന്ന പോർഷൻ ശ്രദ്ധിച്ച് ധ്യാനിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. സിസ്റ്റർ ഷെബി തോമസ്. പ്രൈസ് ദ ലോർഡ്. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിൻ്റെ മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങളെയൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയുകയും അരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. പാപികൾ നിങ്കിലേക്ക് മനം തിരിയും. എൻ്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്നെന്നെ വിടുവിക്കണമേ. എന്നാൽ എൻ്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. കർത്താവെ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എൻ്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. നിന്റെ പ്രസാദപ്രകാരം സിയാനോട് നന്മ ചെയ്യണമേ. യെരുശലേമിൻ്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. ആമേൻ. ഹല്ലേലൂയ. വായിച്ചു കേട്ട അനുഗ്രഹീതമായ വേദഭാഗത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തേനിലും തേൻകട്ടയിലും മധുരമുള്ള ദൈവവചനം, അത് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുവാൻ, ഈ ഒരാഴ്ചവട്ടം മുഴുവനും അതിൽ നിന്നുള്ള ദൈവിക അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കുവാൻ, ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തോട് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങളുമായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് കർത്താവിനോട് അപേക്ഷിക്കാം. 5 വിഷയങ്ങൾക്ക് വേണ്ടി നാം തുടർമാനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം അതിന്മേൽ കർത്താവിൻ്റെ കരം അനുകൂലമായി പ്രവർത്തിക്കുന്നത് കണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. വീണ്ടും നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഇറക്കി വയ്ക്കാം. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക. അതിന്മേൽ ദൈവം പ്രവർത്തിക്കും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നതിന് പ്രകാരം നമ്മുടെ ആവശ്യങ്ങളുമായി ദൈവത്തിൻ്റെ സന്നിധിയോട് നാം അടുത്ത് വരികയാണ്. പ്രാരംഭമായിട്ട് നാം പ്രാർത്ഥിക്കുന്ന 5 വിഷയങ്ങളിൽ പ്രാരംഭമായിട്ട് കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയെ ലോകമെമ്പാടും പ്രസിദ്ധമാക്കുവാൻ ദ ഗേറ്റ് മിനിസ്ട്രി നമ്മളാവോളം അധ്വാനിക്കുന്നു. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം, കർത്താവിൻ്റെ കരുണ നമ്മുടെ മേലുണ്ടാകേണ്ടതിനായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ അതുമൂലം ഇടയാകേണ്ടതിനായിട്ട് പ്രത്യേക കൃപ ദൈവം ഓരോരുത്തരുടെ മേൽ പകരപ്പെടേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് ആ വലിയ ശുശ്രൂഷ ദൗത്യം ഏറ്റെടുത്ത് ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അനേക പോഷക സംഘടനകളുണ്ട്. സാറ്റർഡേസിൽ നടക്കുന്ന ബൈബിൾ ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ സാറ്റർഡേസിൽ നടക്കുന്ന അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. ICPM ഉണ്ട്, ഇന്നർ സർക്കിൾ ഉണ്ട്. അതുപോലെ ദ ഗേറ്റ് TV ഹിന്ദി സെഷനിൽ നടക്കുന്ന ദ ഗേറ്റ് ഹിന്ദി മേഖലകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ ദ ഗേറ്റ് ചർച്ച് യൂട്യൂബ് മിനിസ്ട്രിയിലൂടെ നടക്കുന്ന ദൈവിക പ്രവർത്തനങ്ങൾ, എല്ലാത്തിലൂടെയും കർത്താവിൻ്റെ ക്രൂശ്, കാൽവറി
ക്രൂശിലൂടെ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയെ പ്രസിദ്ധമാക്കുവാൻ ദൈവം നമ്മളെ ശക്തമായി സഹായിക്കേണ്ടതിനായിട്ട്, പ്രതികൂലങ്ങൾ അനവധി വരുമ്പോൾ കർത്താവിൻ്റെ കരം കൂടെ ഇരുന്ന് നമ്മളെ നയിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. മൂന്നാമതായിട്ട്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി നാം ആരംഭിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതെല്ലാം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട്, അവിടെയൊക്കെ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ ഒക്കെ ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട്, ആ നടക്കുന്ന കൂട്ടായ്മകളെ, കൂടിവരവുകളെ, സഭായോഗങ്ങളെ ഒക്കെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ പലരും പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. രോഗങ്ങളിൽ പ്രയാസങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്, പലരും ഹോസ്പിറ്റലായിരിക്കുന്നവരുണ്ട്, ചിലർ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്നവരുണ്ട്. അവരെല്ലാം ദൈവം ആശ്വസിപ്പിക്കേണ്ടതിനായിട്ട്, സൗഖ്യവും വിടുതലും സമാധാനവും കർത്താവ് പകരേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ കൂട്ടായ്മയിലായിരിക്കുന്നവർ, ഇന്നത്തെ ഈ വിശുദ്ധ സഭായോഗത്തിൽ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നവരുണ്ട്. നമ്മളോട് അറിയിക്കുവാൻ കഴിയാതെ പ്രാർത്ഥന ആവശ്യമാണ്, എന്നാൽ പറയുവാൻ കഴിഞ്ഞില്ല, ഞരക്കത്തോട് നമ്മളോടൊപ്പം ആയിരിക്കുന്ന പല സഹോദരന്മാരുണ്ട്. അവരെല്ലാം ദൈവം സഹായിക്കേണ്ടതിനായിട്ട്, അത്ഭുത വിടുതൽ അവർ ജീവിതത്തിൽ അനുഭവിച്ചറിയേണ്ടതിനായിട്ട്, സൗഖ്യവും സമാധാനവും ഒക്കെ കർത്താവ് പകരേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ സഭായോഗം തീരുന്നതിന് മുൻപേ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കരം അനുകൂലമായി കാണേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തുറന്നു നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവത്തിൻ്റെ നാമത്തിനും മഹത്വത്തിനും നമുക്ക് അനുഗ്രഹത്തിനും കാരണമായി തീരണം. പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ ഭരിച്ച് നടത്തണം. നാം ദൈവത്തിൻ്റെ സന്നിധിയിലെ സന്തോഷം അനുഭവിപ്പാൻ എല്ലാവർക്കും കർത്താവ് ഇടയാക്കണം. ഒന്നിച്ച് തലകളെ വണക്കാം, വീണ്ടും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒന്നിച്ച് ഞങ്ങൾ വീണ്ടും തിരുമുഖത്തേക്ക് നോക്കുന്നു. കർത്താവെ, പ്രാർത്ഥനയ്ക്കായിട്ട് സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും തിരുസന്നിധിയിൽ ഞങ്ങൾ താഴ്ത്തി വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അതിൻ്റെ മേൽ തൃക്കരം വയ്ക്കേണ്ടതിനായിട്ട്, അത്ഭുത വിടുതലും സൗഖ്യവും സമാധാനവും കർത്താവെ സ്തോത്രം അവിടുന്ന് അയക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി, അങ്ങയുടെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഞങ്ങളെല്ലാവോളം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെ മേലും കർത്താവിൻ്റെ കരുതലും പരിപാലനവും അഭിഷേകവും കർത്താവെ സ്തോത്രം അവിടുന്ന് പകരേണ്ടതിനായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ ഒന്നിച്ച് സഹായിച്ചാട്ട് ഇന്നത്തെ വിശുദ്ധ സഭായോഗം അങ്ങയുടെ നാമത്തിന് മഹത്വത്തിന് കാരണമായി തീരണം. കർത്താവെ, തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കും. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വലിയ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടയാക്കുന്നതിനാൽ ഞങ്ങൾ ഇതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം സ്വർഗ്ഗ നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്കൊന്നിച്ചിങ്ങനെ കൂടി വരുവാൻ, വിശുദ്ധ സഭായോഗമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലെ സന്തോഷം അനുഭവിപ്പാൻ, ഒന്നിച്ച് പാടി കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനും ഒക്കെ കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ. അതിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു വാക്കിൽ കൂടി വന്ദനം അറിയിക്കുകയും യേശു ക്രിസ്തുവിൻ്റെ നിശ്ചല നാമത്തിലുള്ള സ്നേഹത്തെ അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയം നാം തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട്, ധ്യാനിക്കുവാനായിട്ട് വേർതിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങളെ അടിസ്ഥാനമാക്കി ചില കാര്യങ്ങൾ ചേർന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ പറയുന്നു: നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഇതാണ് ഇന്നത്തെ നമ്മുടെ കുറിവാക്യം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഒന്നിച്ച് ചേർന്ന് നിങ്ങളോടൊപ്പം ചിന്തിക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പല ആവർത്തി വായിച്ച് പോയിട്ടുള്ള ഒരു ഭാഗമാണ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം. എങ്കിലും ഒരു നല്ല ശതമാനം ക്രിസ്ത്യാനികൾക്കും ഈ 3-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്നുള്ള ദൈവിക വാഗ്ദത്തം എന്താണ് എന്ന് വാസ്തവമായിട്ട് ഗ്രഹിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ലോകത്തെ അടക്കി വാഴുന്നത് സാത്താന്യ ശക്തികളാണ്. ഈ ലോകം സാത്താൻ്റെ അധീനതയിലാണ്. അവന് ഈ അന്ധകാരത്തിൻ്റെ ശക്തിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ
ഈ സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന ഈ ഭൂലോകത്തെ അവൻ അടക്കി വാണുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവവചനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയാത്തവണ്ണം ഈ ആത്മീക സത്യങ്ങൾ നമുക്ക് മനസ്സിലാകാതെ പോയിരിക്കുന്നു. തിമത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം, അതിൻ്റെ 2-ാം അധ്യായം 4-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ അവിടെ ഇങ്ങനെ കാണാം: അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ, അതായത് സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ഇങ്ങനെയാണ് പറയുന്നത്: അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ദൈവം ഇച്ഛിക്കുന്നു. എന്നാൽ ഒരു മനുഷ്യൻ പോലും രക്ഷ പ്രാപിക്കരുതെന്നും ഒരു മനുഷ്യൻ പോലും ദൈവിക സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തരുതെന്നും സാത്താൻ ആഗ്രഹിക്കുന്നു. ഇവിടെ 2 ശക്തികൾ ഒരുപോലെ മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നന്മയുടെയും തിന്മയുടെയും ശക്തികൾ. ദൈവവചനം നമ്മളെ അറിയിക്കുകയാണ്, സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സകല മനുഷ്യരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെട്ടു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. 99 വിട്ടുകളഞ്ഞിട്ട് കാണാതെ പോയ ഒന്നിനെ തേടിപ്പോകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഒരു മനുഷ്യർ പോലും നഷ്ടപ്പെട്ടു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. തിരുവചനം ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന്. എന്നാൽ ഒരു മനുഷ്യർ പോലും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളാണ് സാത്താന്യ ശക്തികൾ. അതുകൊണ്ട് തന്നെ ഇന്ന് ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കാതിരിക്കാൻ, അതിനെ കോട്ടിമാട്ടി അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ഉൾക്കൊള്ളാതിരിക്കുവാൻ സാത്താൻ അഹോരാത്രം പോരാടിക്കൊണ്ടിരിക്കുക. ഈ ഒരു സത്യം നമ്മൾ ഉൾക്കൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കണം. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന് തിരുവചനത്തിൽ അസന്നിഗ്ധമായി ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുക. എന്നാൽ 100-ൽ 99% ക്രിസ്ത്യാനിക്കും ഈ ഒരു സത്യം ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ അതിൻ പ്രകാരം ദൈവത്തെ സ്തുതിക്കുവാനോ അതിൻ പ്രകാരം തങ്ങളെ തന്നെ ഒരുക്കുവാനോ കഴിയാതെ പോയിരിക്കുകയാണ്. ഒരു ചിലർക്ക് വചനം അറിയാവുന്നവരൊക്കെ നാം സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടുമെന്നും നമ്മുടെ അവകാശങ്ങളും പ്രതിഫലങ്ങളും ഒക്കെ സ്വീകരിക്കുമെന്നും ഒക്കെ നമുക്കറിയാമെങ്കിലും അതിനുശേഷം നാം സ്വർഗത്തിൽ നിന്ന് മടങ്ങി ഇങ്ങ് ഭൂമിയിലേക്ക് വരും എന്ന് വിശ്വസിച്ചിരിക്കുന്നു. ഇവിടെ വന്ന് നാം ഇവിടെ വാഴും എന്ന് ചിന്തിച്ചിരിക്കുന്നു. കാരണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നൊക്കെയുള്ള പ്രാർത്ഥന കാരണം ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമായി തീരുമെന്നും ഭൂമിയെ നാം വീണ്ടെടുത്ത് ദൈവം അത് വീണ്ടെടുത്ത് നമുക്ക് തരുമെന്നും സ്വർഗ തുല്യമാക്കി നാം ഈ ഭൂമിയിൽ വാഴുമെന്നും അവിടം വരെ പോയാലും മടങ്ങി ഇങ്ങ് വരുമെന്നും ഒക്കെയുള്ളൊരു വിശ്വാസത്തിൽ നാം ആയിരിക്കുന്നത് കാരണം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്വർഗീയ ഒരു വാഗ്ദത്തം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ പോയിരിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിലെ നിജസ്ഥിതി എന്താണെന്ന് വാസ്തവമായിട്ട് മനസ്സിലാക്കുവാനും ദൈവിക ഉദ്ദേശം മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഈ ചിന്തയിലൂടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും സ്വർഗത്തിലേക്ക് പോകുവാനും സ്വർഗത്തിൽ നിത്യം വാഴുവാനുമാണ്. ഇത് വളരെ വ്യക്തമായിട്ട് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. നാം ഇന്ന് അതിലേക്ക് കൂടുതൽ ചിന്തിക്കുവാനായിട്ടും ആ ഒരു വിഷയം കൂടുതൽ ധ്യാനിച്ച് എന്താണ് അതിൽ കൂടെ ദൈവിക ഉദ്ദേശം, എന്താണ് ആ വാക്യത്തിൽ കൂടെ ദൈവം നമ്മളെ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് ചിന്തിക്കുവാനും പോവുകയാണ്. നിസ്തർക്കം അസന്നിഗ്ധമായിട്ട് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാലും ആ വിഷയത്തെ നമുക്ക് വേണ്ടുവണ്ണം മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഈ വിഷയത്തിൽ ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം ഞാൻ പെട്ടെന്നൊന്ന് പറയാം. എന്താണ് ഞാൻ ഈ ഒരു വിഷയത്തിൽ നിന്ന് അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? അതായത് വീണു പോയ മനുഷ്യൻ, ഏദനിൽ വഞ്ചിതനായി പോയ മനുഷ്യൻ, സാത്താനാൽ വഞ്ചിക്കപ്പെട്ടു പോയ മനുഷ്യൻ വീണുപോയി കഴിഞ്ഞപ്പോൾ അവനെ വീണ്ടെടുക്കുവാനായിട്ട്, അവനെ റീസ്റ്റോർ ചെയ്യുവാൻ, റിഡീം ചെയ്യുവാൻ ദൈവം ഒരു പദ്ധതി പ്ലാൻ ചെയ്തിരുന്നു. അത് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ ദൈവം പ്ലാൻ ചെയ്തിരുന്നതാണ്. അല്പം കൂടി കടത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർഗവും ഭൂമിയും, ഈ അഖിലാണ്ടത്തെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നതിന് മുൻപേ ദൈവം പ്ലാൻ ചെയ്തിരുന്നതാണ്. കാര്യം ഈ കാലഘട്ടത്തെ ഇതിന് ശേഷം എന്ത് നടക്കുമെന്നും എൻഡ് ടു എൻഡ് സകലതും അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാലത്തിൽ
സാത്താൻ വഞ്ചിതനായി വീണു പോകുമെന്നും അവനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം സാത്താൻ്റെ അധീനതയിലായി പോകുമെന്നും അവിടെ നിന്നും അതിനെ റിഡീം ചെയ്ത് തിരിച്ചെടുത്ത് മനുഷ്യന് റിഡീം ചെയ്യുന്ന ഒരു പദ്ധതി വേണമെന്നും ദൈവത്തിന് അറിയാം. കാര്യം ദൈവം സകലതും അറിയുന്നു, ദൈവം സർവജ്ഞാനിയാണ്, എൻഡ് ടു എൻഡ് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ദൈവമാണ്. അതുകൊണ്ട് ഉലകം സ്ഥാപിക്കുന്നതിന് മുൻപേ ദൈവം അത് സ്വർഗത്തിൽ പ്ലാൻ ചെയ്തിരുന്നു. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവം ഒരു വീണ്ടെടുപ്പ് പദ്ധതി പ്ലാൻ ചെയ്തിരുന്നെങ്കിലും അതിനെ 2 തലങ്ങളായിട്ട്, 2 ഫേസുകളായിട്ടാണ് ദൈവം പ്ലാൻ ചെയ്തിരുന്നത്. 2 തട്ടുകളായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. 2 ഫേസുകളായിട്ട് ദൈവം അതിനെ പ്ലാൻ ചെയ്തിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന്, സ്വർഗത്തെ വീണ്ടെടുക്കുകയും സ്വർഗത്തിലൂടെ മനുഷ്യനെ വീണ്ടെടുക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതി. അതുപോലെ തന്നെ ഭൂമിയെ വീണ്ടെടുക്കുന്ന ഒരു സ്വർഗീയ പദ്ധതി. ഇതിനെ രണ്ടിനെയും കിങ്ഡം ഓഫ് ഹെവൻ എന്നും മറ്റതിനെ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നും പറയുന്ന 2 ദൈവിക പദ്ധതികൾ ദൈവം ഉലക സ്ഥാപനത്തിന് മുന്നമേ പ്ലാൻ ചെയ്തിരുന്നു. ഒന്ന്, ഭൂമിയെ സൃഷ്ടിക്കുക, ഭൂമിയെ വീണ്ടെടുക്കുക, ഭൂമിയിലൂടെ ഒരു വലിയ ജനതയെ വീണ്ടെടുക്കുക ഒരു പ്രോഫറ്റിക് പദ്ധതിയിലൂടെ. ഇതിനെയാണ് കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറയുന്ന ഒരു സ്വർഗീയ പദ്ധതി, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന, അതിനുവേണ്ടി ഒരു പ്രത്യേക കാലഘട്ടം ദൈവം നിയമിച്ചാക്കുകയും ആ കാലഘട്ടത്തിൽ കൂടി ഒരു വലിയ ജനതയെ ദൈവത്തിനു വേണ്ടി വേർതിരിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്ന ഒരു സ്വർഗീയ പദ്ധതി. ഇങ്ങനെ 2 തട്ടുകളായിട്ട്, 2 തലങ്ങളായിട്ട് ഈ പദ്ധതിയെ ദൈവം പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ മനുഷ്യന് ഈ കാര്യങ്ങളെ അറിയുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. മനുഷ്യന് ഇന്ന് അറിയാവുന്നത് ഒരേ ഒരു പദ്ധതി മാത്രമേ ദൈവത്തിന് വീണ്ടെടുപ്പിനായിട്ടുള്ളൂ. അത് നമുക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പ്രോഫറ്റിക് പ്രോഗ്രാമാണ്, വാഗ്ദത്ത പദ്ധതിയാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ആ പദ്ധതിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൂടെയാണ് ദൈവം നമ്മളെ വീണ്ടെടുക്കുന്നത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നു. എന്നാൽ സത്യം എന്താണെന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാതെ കൃപയിൽ ആശ്രയിച്ച് നാം ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സ്വർഗവും ഭൂമിയും 2 തലങ്ങളാണെന്നും അതിലെ ഒരു ഗ്രൂപ്പ് അല്ലെന്നുണ്ടെങ്കിൽ സ്വർഗത്തെ ദൈവം വീണ്ടെടുത്ത് നാം നിത്യം സ്വർഗത്തിൽ വസിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നാം ഈ വായിച്ചു കേട്ട വേദവാക്യം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അതുപോലെ തന്നെ ഈ ഭൂമിയെ വീണ്ടെടുത്ത് ഭൂമിയിൽ വസിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതിയുണ്ട്. അബ്രഹാമിനും തൻ്റെ വാഗ്ദത്ത സന്തതികൾക്കും ദൈവം വാഗ്ദത്തം കൊടുത്തിരിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. ഈ ഒരു 2 ദൈവിക പദ്ധതികൾ ഉണ്ട് എന്ന് നാം അതിനെ ആദ്യമായിട്ട് മനസ്സിലാക്കണം. വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാനായി ദൈവത്തിന് 2 വീണ്ടെടുപ്പ് പദ്ധതികൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് കിങ്ഡം ഓഫ് ഹെവൻ, മറ്റത് ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഇത് രണ്ടും 2 പദ്ധതികളും 2 തലങ്ങളും 2 കാലഘട്ടങ്ങളിൽ ദൈവം നിറവേറ്റിയ 2 പദ്ധതികളുമാണ്. ഇത് ഉലക സ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിന് അറിയാമായിരുന്നു. സർവജ്ഞാനിയായ ദൈവം സകലവും അറിയാവുന്നത് കൊണ്ട് ദൈവത്തിന് അറിയാമായിരുന്നുവെങ്കിലും ഏദൻ തോട്ടത്തിൽ വീണുപോയ, അല്ലെന്നുണ്ടെങ്കിൽ ഏദനിൽ വെച്ച് വഞ്ചിതനായി പോയ ആദാമിനോടോ ആദാമ്യ പരമ്പരയോടോ ദൈവം ഈ 2 പദ്ധതികളും വെളിപ്പെടുത്തിയിട്ടില്ല. വളരെ ശ്രദ്ധയോടെ ഈ കാര്യങ്ങളെ മനസ്സിലാക്കണം, ദൈവസ്നേഹത്തോട് ഇതിനെ മനസ്സിലാക്കണം. കാര്യം ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി പുസ്തകം വരെയും മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്ന 4 സുവിശേഷങ്ങളിലും അതിനുശേഷമുള്ള എബ്രായ ലേഖനം മുതൽ യൂദ എഴുതിയ പുസ്തകം വരെയും വെളിപ്പാട് പുസ്തകത്തിലും ഒക്കെ വിവരിച്ചിരിക്കുന്നത് ഈ കിങ്ഡം ഓഫ് ഹെവൻ എന്ന വാഗ്ദത്ത പദ്ധതിയാണ്. ദൈവം അവരെ വീണ്ടെടുക്കുമെന്നും ദൈവം ഒരു കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ കൊടുത്ത് ദൈവമക്കളായി ജീവിച്ചു കഴിഞ്ഞാൽ അവരെ ദൈവം വീണ്ടെടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രോഫറ്റിക് പ്രോഗ്രാം. ഇത് ദൈവം വെളിപ്പെടുത്തിയിരുന്നുവെങ്കിലും പാരലലായിട്ട് വെളിപ്പെടുത്താതിരുന്ന ഒരു ദൈവിക പദ്ധതി ദൈവത്തിന് സ്വർഗത്തിലുണ്ടായിരുന്നു. ഇതിനെയാണ് മിസ്റ്ററി റെവലേഷൻ, അല്ലെന്നുണ്ടെങ്കിൽ മറഞ്ഞിരുന്ന മർമ്മം ആയിരുന്ന പദ്ധതി എന്ന് പറയുന്നത്. ഈ പദ്ധതി നിറവേറ്റുവാനായിട്ട് ദൈവം ഒരു പ്രത്യേക കാലഘട്ടം ഒരുക്കി. ഇതിനെയാണ് കൃപായുഗം അല്ലെങ്കിൽ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത്. ഈ കൃപ കാലഘട്ടത്തിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭയുടെ ഭാഗമായി ദൈവം ആ പദ്ധതി നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ റോമ ലേഖനം മുതൽ ഫിലമോൻ എഴുതിയ ലേഖനം വരെയാണ്. നാം തിരുവചനത്തെ റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ സ്വർഗീയ വീണ്ടെടുപ്പ് പദ്ധതികളെ നാം അറിയാതെ പോകും. ഇതിനെ റൈറ്റ്ലി ഡിവൈഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ സിറ്റിസൺഷിപ്പിനെ കുറിച്ചും ഭൂമിയിലെ സിറ്റിസൺഷിപ്പിനെ കുറിച്ചും നമുക്കതിൻ്റെ വ്യത്യാസം അറിയാതെ പോകും. ഇന്ന് നമുക്കതാണ് ക്രിസ്ത്യാനിക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അപജയം എന്ന് പറയുന്നത്. തിരുവചനത്തെ നാം റൈറ്റ്ലി ഡിവൈഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്ക് പോകുന്ന പദ്ധതി എന്താണ്,
സ്വർഗത്തിലെ പൗരത്വം നമുക്ക് ലഭിക്കുന്ന ദൈവിക പദ്ധതി എന്താണ് എന്ന് നമുക്ക് അറിയാൻ വയ്യാതെ പോയിരിക്കുന്നു. ഞാൻ ഒരല്പം കൂടെ അതിനെ എലാബറേറ്റ് ചെയ്യാം. കാര്യം നമുക്കിതിനെ ബേസിക്കലി അടിസ്ഥാനപരമായി മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല. ഫോർ ഇൻസ്റ്റൻസ്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ ആകാശം സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ആകാശമല്ല, അത് സ്വർഗമാണ്. അത് മലയാള പരിഭാഷയിൽ അല്ലെന്നുണ്ടെങ്കിൽ മലയാള പ്രിന്റിങ്ങിൽ വന്നിരിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇന്ന് വരെ അത് കറക്റ്റ് ചെയ്യാൻ ആരും തുനിഞ്ഞിട്ടില്ല. എന്താണ് അത് അങ്ങനെ തന്നെ വിട്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇൻ ദ ബിഗിനിങ് ഗാഡ് ക്രിയേറ്റഡ് ദ ഹെവൻ ആൻഡ് ദ എർത്ത്. ആദിയിൽ ദൈവം സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയണം. എന്നാൽ അവിടെ മുതലേ ഒരു കൺഫ്യൂഷൻ ഇട്ടിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആകാശം എന്ന് പറയുന്നത് ഈ നീല വിരിപ്പുള്ള ആകാശമല്ല, അതിനെ രണ്ടാമത്തെ ദിവസമാണ് സൃഷ്ടിക്കുന്നത്. ഒന്നാമത്തെ ദിവസം ദൈവം സൃഷ്ടിക്കുന്നത് സ്വർഗവും ഭൂമിയുമാണ്. ഈ സ്വർഗം സൃഷ്ടിച്ചു എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു പോയെങ്കിലും സ്വർഗം സൃഷ്ടിച്ച നാളിൽ തന്നെ സ്വർഗത്തെയും സ്വർഗത്തിലുള്ള സകലത്തെയും സ്വർഗീയ ദൂതന്മാരെയും അവരെ വാഴുവാനുള്ള ഏഞ്ചലിക് ഹോസ്റ്റുകളെയും ഒക്കെ ചേർന്ന് സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ദൈവം ഭൂമിയെയും സൃഷ്ടിച്ചു. എന്നാൽ രണ്ടാം വാക്യത്തിൽ കാണുന്നത് ഭൂമി പാഴും ശൂന്യവുമായി കിടന്നു. അന്ധകാരം ബാധിച്ച്, ഇരുട്ട് ബാധിച്ച്, വെള്ളത്താൽ ചുറ്റപ്പെട്ട്, ഇരുട്ട് ബാധിച്ച് തള്ളപ്പെട്ട് കിടന്നിരുന്ന ഒരു ഭാഗമായി ഭൂമിയെ കാണുന്നു. ആദിയിൽ ദൈവം സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചു. അതായത് ഇൻ ദ ബിഗിനിങ് ഗാഡ് ക്രിയേറ്റഡ് ദ ഹെവൻ ആൻഡ് ദ എർത്ത്. ഇത് രണ്ടും രണ്ട് പദ്ധതികളെ കാണിക്കുക. വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാനായി ഉലക സ്ഥാപനത്തിന് മുമ്പേ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ ടൈം പീരീഡിന് മുമ്പേ സ്വർഗത്തിൽ ദൈവം പ്ലാൻ ചെയ്തിരുന്നതായ രണ്ട് പദ്ധതികളുടെ ആവിഷ്കാരം ഇവിടെ നടക്കുകയാണ്. ആദിയിൽ ദൈവം സ്വർഗത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ഇത് രണ്ടും രണ്ട് തലങ്ങളായിട്ട് നിൽക്കുക. ഇത് രണ്ടും രണ്ട് ദൈവിക പദ്ധതികളാണ്. ഒന്ന് വെളിപ്പെടുത്തിയിരുന്ന പദ്ധതിയും ഒന്ന് രഹസ്യമാക്കി വെച്ചിരുന്ന പദ്ധതിയും. ഇത് ദൈവിക ഉദ്ദേശമാണ്. ഇന്ന് നമുക്കെന്നാൽ ഈ രണ്ട് പദ്ധതികളെക്കുറിച്ച് അറിയത്തില്ല. വീണ്ടെടുപ്പിനായി ദൈവത്തിന് ഒരു പദ്ധതിയേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതിൻ്റെ കാരണം റൈറ്റ്ലി ഡിവൈഡ് എന്താണെന്നേ നമുക്ക് അറിയത്തില്ല. ഈ സ്വർഗീയ പദ്ധതികളെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന ഭാഗം തിരുവചനത്തിൽ എവിടെയാണ്? ഭൂമിയെ വീണ്ടെടുക്കുന്ന പദ്ധതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം എവിടെയാണ്? അതിൻ്റെ പർപ്പസ് എന്താണെന്നൊന്നും തന്നെ നമുക്കിന്ന് വാസ്തവമായിട്ട് അറിയുന്നില്ല. കാരണം റൈറ്റ് ഡിവിഷൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറിനെ നമ്മൾ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വാസ്തവമായിട്ട് തിരുവചന സത്യങ്ങളെ യഥാർത്ഥമായിട്ട് അതിനെ വേർതിരിച്ച് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും എന്താണെന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കാതെ പോകും. വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. കർത്താവ് നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പേ സ്വർഗത്തിൽ പ്ലാൻ ചെയ്തിരുന്ന പദ്ധതി കർത്താവ് കാൽവറി യാഗത്തിലൂടെ അതിനൊരു മറുവില കൊടുക്കുകയും ആ മറുവില യാഗത്താൽ എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ്. അതിലൂടെ ദൈവം സ്വർഗത്തെയും വീണുപോയ ഭൂമിയെയും വീണ്ടെടുക്കുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ് ദൈവത്തിൻ്റെത്. എന്നാൽ ആ പരമയാഗത്തിലൂടെ സ്വർഗത്തെ വീണ്ടെടുക്കും എന്നുള്ളത് ദൈവം ആരോടും പറഞ്ഞിട്ടില്ല, എങ്ങും വെളിപ്പെടുത്തിയിട്ടില്ല. ഇത് കംപ്ലീറ്റ്ലി സ്വർഗത്തിൽ രഹസ്യമായി വെച്ചിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തെ വീണ്ടെടുക്കുന്നതിനെ കുറിച്ചോ അവിടെ ഒരു പുതിയ മാനവജാതി ഒരു മാനവരാശി അതിലേക്ക് വരുന്നതിനെക്കുറിച്ചോ അതിൽ സിറ്റിസൺഷിപ്പോ അതിൽ പൗരത്വവുമായിട്ട് നമ്മൾ അതിൽ വാഴുന്നതിനെക്കുറിച്ചോ ഒന്നും ആർക്കും ഒരു സംശയമോ ഒരു വിഷയമോ വന്നിട്ടേ ഇല്ല. കാര്യം അത് കംപ്ലീറ്റ്ലി മറച്ചു വെച്ചിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. ഭൂമിയെ വീണ്ടെടുക്കുന്നതിനെക്കുറിച്ചും അതിനെ റീസ്റ്റോർ ചെയ്യുന്നതിനെക്കുറിച്ചും കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ അനുസരിച്ച് ദൈവമക്കളായി ജീവിച്ചു കഴിഞ്ഞാൽ ദൈവഹിതപ്രകാരം വിശുദ്ധിയോടും ദൈവിക നീതിയോടും കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ അവരെ വീണ്ടെടുക്കുന്ന ഒരു ദൈവിക പദ്ധതി മാത്രമേ വെളിപ്പെടുത്തിയിരുന്നുള്ളൂ. ദൈവം വെളിപ്പെടുത്താതിരുന്ന ഒരു പദ്ധതിയാണ് സ്വർഗത്തെ വീണ്ടെടുക്കുന്ന പദ്ധതി. അതുകൊണ്ട് തന്നെ നമുക്കത് ഇന്നും മനസ്സിലായിട്ടില്ല. ആ വാക്യങ്ങളെ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കുറിവാക്യത്തിൽ പറയുകയാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. എന്തിനാണ് സ്വർഗത്തിൽ അങ്ങനെ ഒരു പൗരത്വം? അതിനെക്കുറിച്ച് നമുക്ക് അറിയാനേ വയ്യാതെ പോയിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പദ്ധതികളെക്കുറിച്ചുള്ള വ്യത്യാസമേ നമുക്കറിയത്തില്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നിങ്ങളുമായിരിക്കുന്ന കഴിഞ്ഞ 2000 വർഷമായിട്ട് ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ഭാഗമായി തീരേണ്ടിയിരുന്ന ക്രിസ്ത്യാനി എന്ന് പറയുന്നൊരു വലിയ ഗ്രൂപ്പ് ജനം ആക്ച്വലി അവർ ഈ ഒരു പ്രോമിസിൻ്റെയും വിളിയുടെയും ഭാഗമാണ്. അൺഫോർച്ചുനേറ്റ്ലി അത് അവർക്ക് അറിയാതെ പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്ധതയുടെ അധികാരത്തിൽ അവരെ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വിളി എന്താണ്, തിരഞ്ഞെടുപ്പ് എന്താണെന്ന് അറിയത്തില്ല.
സ്വർഗത്തിലേക്ക് പോകുന്നുവെന്നും കർത്താവ് നമ്മളെ ചേർപ്പാൻ വാനമേഘങ്ങളോളം വരുന്നുവെന്നും ഇവിടുന്ന് നാം റാപ്ചേർഡ് ഔട്ട് ആയിട്ട് വാനമേഘങ്ങളിൽ ചേർക്കപ്പെട്ട് നിത്യം സ്വർഗത്തിൽ വസിക്കുമെന്നും നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്നും ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ എന്നും പറഞ്ഞു നമുക്കത് ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ കഴിയുന്നില്ല. കാര്യം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ എന്നുള്ളൊരു ആ പ്രോമിസിന്റെ ഭാഗമായിട്ട്, വിശേഷാൽ യഹൂദിയ പദ്ധതിയുടെ ഭാഗമായിട്ട് നാം വല്ലാതെ അഡിക്റ്റ് ആയിട്ട് അങ്ങനെ ആയിപ്പോയിരിക്കുന്നു. ഞാൻ ഈ വിഷയം ഒരല്പം കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് കൃപയിൽ ആശ്രയിക്കുകയാണ്. അതായത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ദൈവം ഈ രണ്ട് കാര്യങ്ങളെയും രണ്ട് തലങ്ങളായിട്ട് സൃഷ്ടിച്ചു. ഈ സൃഷ്ടിപ്പിലെല്ലാം തന്നെ നമുക്ക് ശ്രദ്ധിക്കണം, അവിടെ പറയുന്നുണ്ട്, അത് നല്ലതെന്ന് കണ്ടു, സന്ധ്യയായി ഉഷസ്സുമായി രണ്ടാം ദിവസം. ഓരോ സൃഷ്ടിപ്പും കഴിയുമ്പോൾ ദൈവം പറയുന്നുണ്ട് അത് നല്ലതെന്ന് കണ്ടു. ആ നല്ലതെന്ന് കണ്ടു എന്ന് പറയുന്നത് ഒരു കലാകാരൻ ഒരു ചിത്രരൂപം വരച്ചതിന് ശേഷം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കലാശില്പം ചെയ്തതിന് ശേഷം അവൻ മാറി നിന്ന് അതിനെ നോക്കിയിട്ട് ഇത് കൊള്ളാം, ഇത് നല്ലതാണല്ലോ എന്ന് പറയുന്നത് പോലെ ഒരു അഭിപ്രായമല്ല ആ എഴുതിയിരിക്കുന്നത്. മറിച്ച് ദൈവം 6-ാമത്തെ ദിവസം സൃഷ്ടിക്കാനിരിക്കുന്ന ആദാമിനും ഔവയ്ക്കും, അല്ലെങ്കിൽ മനുഷ്യന് അത് നല്ലതെന്ന് കണ്ടു എന്നാണ് ദൈവം അവിടെ പറയുന്നത്. ഓരോന്നും ചെയ്തു കഴിയുമ്പോൾ, അതായത് സ്വർഗം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്, ഭൂമി സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയിട്ടാണ്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉലകത്തിലുള്ള സകല സംഗതികളെയും സമുദ്രങ്ങളെയും സകല ജീവജാലങ്ങളെയും ഈ വായുമണ്ഡലത്തെ വരെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയിട്ടാണ്. ദൈവത്തിന് യാതൊരു സൃഷ്ടിപ്പിൻ്റെയും ആവശ്യമില്ല. ദൈവം അനാദിയായും ശാശ്വതമായും ദൈവമാണ്, തലമുറകളായിട്ട് ദൈവമാണ്. ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ അവൻ അനാദിയായും ശാശ്വതമായും ദൈവമാണ്. അവൻ ആൽഫയും ഒമേഗയും. ആ ദൈവത്തിന് ആദി അന്തമില്ലാത്തവനാണ്. ദൈവത്തിന് ഒരു സൃഷ്ടിപ്പിൻ്റെയും ആവശ്യമില്ല. ഇത് മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്നത് 6-ാമത്തെ ദിവസം സൃഷ്ടിക്കാനിരുന്ന മനുഷ്യന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഈ കാണുന്ന ഓക്സിജൻ, ഈ വായുമണ്ഡലത്തിലുള്ള ഒരു ഓക്സിജൻ വരെ എല്ലാം അതിനെ പെർഫെക്റ്റ് ആയിട്ട് സൃഷ്ടിച്ചിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ച ഭൂമിയിലാക്കുന്നത്. ഈ ഒരു ശ്വാസത്തിന് നമ്മൾ മരിച്ചു പോകാം. 20.8% ഓക്സിജനാണ് ഈ അന്തരീക്ഷത്തിലുള്ളത്. ആ 20.8 എന്നുള്ളത് 23ക്ക് മേലെ പോയാലോ 18 താഴെ പോയാലോ നാം മരിച്ചു പോകും. ഒറ്റ ശ്വാസത്തിന് നമ്മൾ മരിച്ചു പോകും. അതിനെ പെർഫെക്റ്റ് ആയിട്ട് 20.8% ഓക്സിജൻ ഇട്ട് അത് ഡിപ്ലീറ്റ് ആയി പോകാതെ അതിനെ നൈട്രജൻ ഇട്ട് ബ്ലാങ്കറ്റ് ചെയ്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് മനുഷ്യന് ഇവിടെ ജീവിക്കാൻ പാകത്തിന് ദൈവം സകലതും സൃഷ്ടിച്ചിരിക്കുക. എന്നാൽ ഒട്ടുമുക്കാലും കാര്യങ്ങൾ, 95% കാര്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നേ നമുക്ക് ഇന്നും വ്യക്തമായിട്ട് അറിയത്തില്ല. അഖിലാണ്ടത്തെയും ആകാശമണ്ഡലങ്ങളെയും സ്വർഗങ്ങളെയും നക്ഷത്രങ്ങളെയൊക്കെ എന്തിനാണെന്നേ നമുക്കിന്ന് അറിയത്തില്ല. എന്നാൽ ഇതിനെയൊക്കെ നമ്മൾ അറിയുന്ന ഒരു കാലത്തിലേക്ക് വരാൻ പോവുകയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സ്വർഗത്തെയും ഭൂമിയെയും ദൈവം സൃഷ്ടിക്കുക. ഇതിലെല്ലാം മനുഷ്യന് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതൊരു 2 ഡിവിഷനാണ്. മനുഷ്യനെ ദൈവം വീണ്ടെടുക്കുവാനായിട്ട് ഒരു ചെറിയ പെർസെൻറ്റേജ് കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റേഷ്യോ കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ 5:95 എന്ന് വേണമെങ്കിൽ പറയാം. അതായത് യഹൂദനെയും ബാക്കി റെസ്റ്റ് ഓഫ് ദ വേൾഡ്, മറ്റ് ലോകത്തിലുള്ള മറ്റെല്ലാവരും, യഹൂദനെ വീണ്ടെടുക്കുന്ന ഒരു പദ്ധതി ഇതാണ് ദൈവം വെളിപ്പെടുത്തിയിരുന്നത്. ഒരു 5% ജനമാണ്. അവരെ വീണ്ടെടുക്കുന്ന ഒരു ദൈവിക പദ്ധതി അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്ത് അബ്രഹാമിൻ്റെ സന്തതികളായിരുന്ന ആ സന്തതി പരമ്പരയെ ഒരു കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ കൊടുത്ത് അതനുസരിച്ച് അവരെ വീണ്ടെടുക്കുന്ന ഒരു പ്രോഫറ്റിക് പദ്ധതി. ഇതാണ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പറഞ്ഞിരിക്കുന്നത്. എക്സെപ്റ്റ് പൊളൈൻ എപ്പിസ്റ്റൽസ്, പോൾ എഴുതിയിരിക്കുന്ന ആ 13 ലേഖനങ്ങൾ ഒഴിച്ച് മറ്റു പുസ്തകങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്ന ഈ വാഗ്ദത്ത പദ്ധതിയെക്കുറിച്ചാണ്, അവരെ വീണ്ടെടുക്കുന്ന പദ്ധതിയെക്കുറിച്ചാണ്. അതിൽ കൂടെ ഒരു 5% ജനത്തെ വീണ്ടെടുക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ബാക്കി 95% ജനം വെളിയിൽ കിടക്കുക, ജാതികളാണ് നമ്മളെല്ലാവരും. അവരെ വീണ്ടെടുക്കുന്ന ഒരു സ്വർഗീയ പദ്ധതി ഉണ്ടായിരുന്നു. എങ്കിലും അത് ദൈവം വെളിപ്പെടുത്തിയിരുന്നില്ല. അത് സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. ഈ ഒരു സത്യം നിങ്ങൾ ഉൾക്കൊള്ളണം. 95% ജനങ്ങൾ ഈ രക്ഷാ പദ്ധതി എന്താണെന്ന് അവർക്ക് വളരെ ഈസി ആയിട്ട് രക്ഷിക്കപ്പെടാവുന്ന ഒരു സ്വർഗീയ പദ്ധതി ദൈവം ഈ കാലഘട്ടത്തിൽ ഒരുക്കിയിരിക്കുക. കഴിഞ്ഞ 2000 വർഷമായിട്ട് ദൈവം തന്നെ കൃപായുഗം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക കാലയളവ് ദൈവം ഒരുക്കിയിരിക്കുക. ഇവിടെ വിശ്വാസത്താൽ കൃപയാൽ രക്ഷിക്കപ്പെടുന്ന ഒരു സ്വർഗീയ പദ്ധതി ദൈവം ആരംഭിച്ചിരിക്കുക. ഇതിനെയാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. നാം അതിനെ ക്രിസ്ത്യാനി എന്നൊക്കെ പറയുന്നെങ്കിലും ഇന്നത്തെ ഒത്തിരി ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തീയ
വിഭാഗങ്ങളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവരൊന്നും ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള ആക്ച്വൽ കോൺസെപ്റ്റ് അതെന്താണ് ആ ദൈവിക ഉദ്ദേശമെന്നേ മനസ്സിലാകാതെ അവർ പേര് ക്രിസ്ത്യാനി എന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് യഹൂദിയ വിശ്വാസവുമായിട്ട് വല്ലാതെ അകപ്പെട്ടു പോയിരിക്കുക. ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ അപജയം അതാണ്. ആ സത്യമാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്നത്. അത് മനസ്സിലായി കഴിയുമ്പോൾ നമ്മുടെ സ്വർഗീയ പൗരത്വം എന്താണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നാം നിത്യം സ്വർഗത്തിൽ വാഴുവാനുള്ളവരാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും. ആ വിഷയത്തെക്കുറിച്ചാണ് അല്പമായിട്ട് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അതിന് ദൈവം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണെങ്കിലും ദൈവം അത് വെളിപ്പെടുത്താതെ രഹസ്യമായി സൂക്ഷിച്ചു എന്ന് ഞാൻ പറഞ്ഞു. കാരണം അത് വെളിപ്പെടുത്തിയാലുള്ള കോൺസിക്വൻസസ് ദൈവത്തിന് അറിയാം. ഈ സ്വർഗീയ പദ്ധതി വെളിപ്പെടുത്തിയിരുന്നുവെങ്കിൽ സാത്താൻ അതിനുവേണ്ടി കർത്താവ് കാൽവറിയിൽ നിവർത്തിക്കേണ്ടിയിരുന്ന ആ പരമയാഗം നടക്കാതെ പോയനെ. ഇത് ഞാൻ പറയുന്നതല്ല, ദൈവവചനം പറയുന്നതാണ്. ഹാഡ് ദൈ നോൺ ഇറ്റ് ദൈ വുഡ് നോട്ട് ഹാവ് ക്രൂസിഫൈഡ് ദ ലോർഡ് ഓഫ് ഗ്ലോറി. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ സ്വർഗീയ മർമ്മമായി അത് ദൈവം സൂക്ഷിച്ചിരുന്നു. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം അവിടെ പറയുകയാണ്, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ. നിങ്ങളതെല്ലാം നിർത്തി വായിച്ചു മനസ്സിലാക്കണം. സകലതും സൃഷ്ടിച്ച ദൈവത്തിൽ, ആകാശത്തെയും ഭൂമിയെയും സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ, അതായത് ഈ ആദിക്ക് മുൻപുള്ള കാലഘട്ടം മുതൽ നമ്മെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ, ഉലകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവം അത് പ്ലാൻ ചെയ്തിരുന്നതാണ്. ഈ വീണ്ടെടുപ്പ് പദ്ധതി, സ്വർഗമെന്നും ഭൂമിയെന്നും ഉള്ള ഈ രണ്ട് വീണ്ടെടുപ്പ് പദ്ധതി ദൈവം ഉലക സ്ഥാപനത്തിന് മുമ്പേ പ്ലാൻ ചെയ്തിരുന്നതാണ്. സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് പ്രകാശിപ്പാനായി ദൈവം എനിക്ക് കൃപ നൽകിയിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പറയുക, അതാണ് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നതെന്ന് പറയുക. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ സ്ഥലങ്ങൾ അതൊരു വലിയ അനുഗ്രഹീതമായ ഒരു ദൈവിക പദ്ധതിയാണ്. ഇന്ന് നമ്മെ വീണ്ടെടുത്ത് ആ സ്വർഗത്തിലാക്കുന്ന, സ്വർഗീയ പൗരത്വം ലഭിച്ച നിത്യം സ്വർഗത്തിൽ വാഴുന്ന ആ ഒരു പദ്ധതി എനിക്ക് ഡിഫൈൻ ചെയ്യുവാനോ എനിക്ക് കോംപ്രിഹെൻഡ് ചെയ്യുവാനോ കഴിയാത്ത വിധം അതിമനോഹരമായ അതുല്യമായ ഒരു ദൈവിക പദ്ധതിയാണ്. സ്വർഗീയ സന്തോഷം നമ്മൾ അനുഭവിക്കുന്ന നിലയിൽ 16-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യം അവിടെ പറയുന്നത്, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ആ ഒരു നിലയിലുള്ള ദൈവിക സന്തോഷം അനുഭവിച്ച് നാം കർത്താവിനോടൊപ്പം നിത്യം സ്വർഗത്തിൽ വാഴുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. ഇത് രണ്ടും രണ്ട് തലങ്ങളാണ് എന്നൊരു വാസ്തവം നാം ഉൾക്കൊള്ളുവാനായിട്ട് നമ്മുടെ ഹൃദയ നിലങ്ങൾ ഒരുങ്ങപ്പെടുമാറാകണം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 16-ാം വാക്യം അതിങ്ങനെയാണ് നമ്മളെ ഓർപ്പിക്കുന്നത്, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇത് മുഴുവനും ഉലക സ്ഥാപനത്തിന് മുമ്പേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ വരുവാൻ പിതാവായ ദൈവത്തിന് പ്രസാദം തോന്നി. അങ്ങനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ദൈവിക പദ്ധതിയാണ് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും. ഇത് രണ്ടും രണ്ട് ദൈവിക തലങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവം സ്വർഗത്തെ സൃഷ്ടിക്കുമ്പോൾ സ്വർഗത്തെയും സ്വർഗത്തിലുള്ള സകലത്തെയും ചേർന്ന് സൃഷ്ടിച്ചു. സ്വർഗീയ ദൂതന്മാരെ ചേർന്ന് സൃഷ്ടിച്ചു. അവൻ്റെ തലവനായിരിക്കുന്ന ബേത്സബൂൽ, നാം ലൂസിഫർ എന്ന് പറയുന്നുവെങ്കിലും അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ബേത്സബൂൽ എന്ന് ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സാത്താൻ്റെ തലവനായിരിക്കുന്ന പഴയ പാമ്പായ സർപ്പം, അവനെ ഒക്കെ ചേർന്ന് ദൈവം സൃഷ്ടിക്കുവാനായിട്ടിടയായി. ആദ്യത്തെ ദിവസമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അല്ലെങ്കിൽ ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻ എന്ന് പറയുന്ന ദിവസം തന്നെ ഈ ദൂതസഞ്ചയങ്ങളെയും സ്വർഗത്തിലുള്ള സകലത്തെയും ചേർന്ന് ദൈവം സൃഷ്ടിക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ ഈ ലൂസിഫർ അവനെ വളരെ മനോഹരമായിട്ട് സൃഷ്ടിച്ചുവെന്നും ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും അതിഗംഭീരമായി ദൈവം സൃഷ്ടിച്ചത് ഈ ലൂസിഫറിനെ ആയിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. കാര്യം ദൈവത്തിൻ്റെ സ്വർഗീയ സിംഹാസനത്തെ അവൻ്റെ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബുകളിൽ ഒന്നായിട്ട് അതിമനോഹരമായിട്ട് ദൈവം അവനെ അതിഗംഭീരമായിട്ട് അതുല്യമായിട്ട് അവനെ ദൈവം സൃഷ്ടിച്ചിരുന്നു. എന്നാൽ അവൻ ആ സാത്താൻ്റെ പാപം അല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ നിഗളം നിമിത്തം ദൈവത്തിന് തുല്യനാകുവാൻ അവൻ കൊതിച്ചത് നിമിത്തം ദൈവത്തിന് സമനാകുവാനും
ദൈവത്തെ പോലെ അത്യുന്നതനായി തീരുവാനും ഒക്കെ അവൻ ആഗ്രഹിച്ചത് കാരണം ദൈവം അവനെ ശപിക്കുകയും അവനെ സ്വർഗത്തിൽ നിന്ന് ദൈവം അവൻ്റെ സ്വസ്ഥാനത്ത് നിന്ന് വെട്ടിക്കളയുകയും അവൻ്റെ അധികാരത്തിൽ നിന്നൊക്കെ അവനെ വെട്ടിക്കളയുകയും ചെയ്തു. അവൻ്റെ പാർപ്പിടമായി ദൈവം കൊടുത്തിരുന്ന ഭൂമി, അന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെങ്കിലും ആ ഭൂമി അവൻ്റെ പാർപ്പിടമായിരുന്നു. ഏദൻ അവൻ്റെ നിവാസ കേന്ദ്രമായിരുന്നു. അതിനെയെല്ലാം ചേർന്ന് ശപിക്കുവാനും ഇരുട്ട് ബാധിച്ച് അന്ധകാരം മൂടി വെള്ളത്താൽ ചുറ്റപ്പെട്ട് തള്ളപ്പെട്ടു പോകുവാനും ഇടയായി തീർന്നു. ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന സമയമാണ്. ഇവിടെ അവർ മുഴുവനും അതിനെതിരായിട്ട് തീരുകയും ഈ സാത്താൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ കൂട്ടം ദൂതന്മാർ വീണു പോവുകയും ചെയ്തു. ഇതിനെയാണ് ഫോളൻ ഏഞ്ചൽസ് അല്ലെങ്കിൽ വീണുപോയ ദൂതന്മാർ എന്നറിയപ്പെടുന്നത്. ഈ സാത്താൻ്റെ സ്തുതി പാഠകന്മാരായിട്ട് അന്ന് സൃഷ്ടിച്ച സാത്താന്യ ഗണത്തിൽ കോടിക്കണക്കിന് സാത്താനെ സൃഷ്ടിച്ചിരുന്നു. അതിൽ 1/3 വീണു പോകുവാനായിട്ട് ഇടയായിത്തീരുന്നു. അവരോട് സഹിതം ഈ സാത്താൻ സ്വർഗത്തിൽ ദൈവത്തിനെതിരെ പോരാട്ടം അഴിച്ചുവിടുകയും അങ്ങനെ സ്വർഗീയ തലങ്ങളിൽ റിബല്യൻ ആരംഭിക്കുകയും ചെയ്തു. ദൈവം അവരെ വെട്ടിക്കളയുന്നു എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ദൈവം ഈ നരകം സൃഷ്ടിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പറയുന്നു, പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. മനസ്സിലായോ? അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നി, അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യാഗ്നിയുണ്ട്, അതിലേക്ക് പോകുവിൻ എന്ന് പറയും. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ഇതൊരു വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റിലെ ഒരു ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. വെള്ളസിംഹാസനത്തെങ്കിലെ ന്യായവിധി, ഇടത്തുള്ളവർ കോലാട്ടിനെയും ചെമ്മരിയാട്ടിനെയും തിരിക്കുന്ന ഒരു ഭാഗമാണ്. ആ ഇടത്തുള്ളവരെന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാരായ ജനമാണ്. അവരോട് പറയുകയാണ്, പിശാചിന് ഒരുക്കിയിരിക്കുന്ന ആ നിത്യാഗ്നിയിലേക്ക് പോകുവിൻ, ശപിക്കപ്പെട്ടവരെ ആ നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എന്ന് പറയുക. ഇവിടെ ആ ഒരു നരകമൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ വീണുപോയ ഏഞ്ചൽസിന് വേണ്ടിയിട്ടാണ്. ഞാൻ എന്തിനത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സമയത്ത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ, ഏദൻ തോട്ടത്തിൽ ആദമിനെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുന്നമേ ഈ ലൂസിഫർ ദൈവത്തിനെതിരായിട്ട് തിരികുകയും സ്വർഗത്തിൽ പോരാട്ടം അഴിച്ചുവിടുകയും ചെയ്തിരിക്കുക. അവിടെ ദൈവത്തിനെതിരായിട്ട് ഒരു 1/3 ദൂത സഞ്ചയങ്ങളെ ദൈവത്തിനെതിരായിട്ട് തിരികുകയും വീണു പോയിരിക്കുകയും ദൈവം അവരെ ശപിക്കുകയും ചെയ്ത് അവർക്ക് വേണ്ടി നരകമൊക്കെ സൃഷ്ടിച്ചിരിക്കുക. ഈ ആദമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ അത് നടന്നിരിക്കുക. മനസ്സിലായോ? അപ്പോൾ ഓൾറെഡി സ്വർഗം മലിനമായിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനൊരു റിബല്യൻ അവിടെ ആരംഭിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഈ ഇയ്യോബിൻ്റെ പുസ്തകം നിങ്ങൾ വായിച്ചാൽ അതിൻ്റെ 15-ാമത്തെ അധ്യായം 15-ാം വാക്യം നോക്കിയാൽ നമുക്ക് കാണാം, സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ല, ദ ഹെവൻസ് ആർ നോട്ട് ക്ലീൻ ഇൻ ഹിസ് സൈറ്റ്. സ്വർഗം അത് തൃക്കണ്ണിന് നിർമ്മലമല്ല എന്ന് പറയുക. അതുപോലെ അവിടെയും റിക്കൺസിലിയേഷൻ്റെ ആവശ്യമുള്ളവണ്ണം അത് സാത്താൻ്റെ ആ ഒരു എന്താ പറയുന്നത്, പോരാട്ടം നടന്നിരിക്കുന്ന ഒരു സ്ഥലവും നടക്കുന്ന ഒരു സ്ഥലവുമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ല, ദ ഹെവൻസ് ആർ നോട്ട് ക്ലീൻ ഇൻ ഹിസ് സൈറ്റ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഭൂമിയെ ദൈവം സൃഷ്ടിച്ചെങ്കിലും അത് ഈ സാത്താൻ അല്ലെന്നുണ്ടെങ്കിൽ ബേത്സബൂൽ അവൻ്റെ നിവാസ കേന്ദ്രമായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അവനെ ഏദനിലാക്കിയിരുന്നു. നിങ്ങൾ എഹെസ്കേൽ പ്രവചനം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ഇവിടെയെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിന് ശേഷമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് തന്നെ. സ്വർഗത്തെ വീണ്ടെടുക്കേണ്ടുന്ന ആവശ്യകത ഉള്ളപ്പോൾ തന്നെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. എന്നാൽ ആ സ്വർഗത്തെ വീണ്ടെടുക്കുന്നതിനെ കുറിച്ച് ദൈവം എങ്ങും പ്രതിപാദിച്ചിട്ടില്ല. ആ ഒരു പദ്ധതി മുഴുവനും ഹിഡൻ ആയിരുന്നു, മറച്ചു വെച്ചിരുന്ന രഹസ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ സാത്താൻ അതിനെക്കുറിച്ച് എന്താണ് ദൈവം ചെയ്യുന്നത് എന്നുള്ളത് അറിയത്തില്ലായിരുന്നു. അനാദി നിർണയം, സ്വർഗത്തെക്കുറിച്ചുള്ള അനാദി നിർണയം എന്താണെന്ന് സാത്താൻ അറിയത്തില്ലായിരുന്നു. അറിഞ്ഞിരുന്നു എങ്കിൽ അവനത് നിവർത്തിക്കുവാൻ ഇടയാക്കത്തില്ലായിരുന്നു. ഹാഡ് ദേ നോൺ ഇറ്റ്, മനസ്സിലായോ? അറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുവാൻ അവർ അനുവദിക്കത്തില്ലായിരുന്നു എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ശാപഗ്രസ്തമായി പോയ ഭൂമിയെ ദൈവം റീസ്റ്റോർ ചെയ്യുകയും അത് റിജൂവിനേറ്റ് ചെയ്ത് യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഭൂമി ശപിക്കപ്പെട്ടു പോയി. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാത്താൻ്റെ പാർപ്പിടമായിരുന്നു. അതിനെ ദൈവം ഇരുട്ട് ബാധിച്ച് അന്ധകാരം മൂടി വെള്ളത്താൽ ചുറ്റപ്പെട്ട് തള്ളപ്പെട്ടു പോയി എന്ന് ഞാൻ പറഞ്ഞു. ഈ ഭൂമി മേലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും
അതിനുമേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നുവെന്നും അവിടെ അതിനെ വെളിച്ചം വീശട്ടെ എന്ന് പറയുകയും മനസ്സിലായി. അല്ലാതെ ഭൂമി സൃഷ്ടിച്ചപ്പോഴേ ഇരുട്ട് ബാധിച്ച് അന്ധകാരം മൂടി ഇതിനെ തള്ളപ്പെട്ട് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയായിരുന്നില്ല. ദൈവം സൃഷ്ടിക്കുന്ന മുഴുവൻ പെർഫെക്റ്റായിട്ട് സൃഷ്ടിച്ചതാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിപ്പിൽ പറ്റിപ്പോയൊരു തട്ടുകേടല്ല ഭൂമി ഇങ്ങനെ ആയിപ്പോയത്. മറിച്ച് സാത്താൻ്റെ റിബല്യൻ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു പോവുകയാണ്. അതിനെ വീണ്ടും റിജുവിനേറ്റ് ചെയ്ത് അതിനെ റീസ്റ്റോർ ചെയ്യുക ദൈവം. അങ്ങനെ പരിശുദ്ധാത്മാവാൻ ദൈവം അതിൻ്റെ മേലെ ഇറങ്ങി വരികയും ആ ഭൂമിയെ ദൈവം റിജുവിനേറ്റ് ചെയ്ത് റീവാമ്പ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അതിനെ ശുദ്ധീകരിച്ച് നവഗ്രഹങ്ങളിൽ ഒന്നിനോട് ചേർത്തിണക്കി മനുഷ്യവാസയോഗ്യമാക്കി തീർത്ത് നമുക്ക് കൊള്ളാവുന്ന രീതിയിൽ അതിനെ ആക്കി തീർക്കുകയായിരുന്നു. ഇതുപോലെ തന്നെ സ്വർഗത്തെ വീണ്ടും റീകൺസൈൽ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വന്നിരിക്കുന്നു. കാര്യം സ്വർഗത്തിലും സാത്താൻ നിഗളിക്കുകയും ദൈവത്തിനെതിരെ പോരാട്ടം സ്വർഗത്തിൽ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത് കൊണ്ട് സ്വർഗവും ദൈവത്തിൻ്റെ കണ്ണിൽ നിർമ്മലമല്ല. അതുകൊണ്ട് അതിനെ ശുദ്ധീകരിക്കേണ്ടതായിട്ടിരിക്കുന്നു. നമ്മൾ ഒരു പ്രശ്നം പെട്ടെന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും സാത്താനെ അവിടുന്ന് വെട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മളെ ആക്കുമ്പോൾ അത് സാത്താൻ ഉണ്ടായിരുന്ന ഒരു സ്ഥലമല്ലേ? ഭൂമി അവൻ്റെ പാർപ്പിടമായിരുന്നു. നാം അങ്ങനെ നോക്കുമ്പോൾ ഭൂമി അവൻ്റെ നിവാസ കേന്ദ്രമായിരുന്നു. ഇതിൽ പരിശുദ്ധാത്മാവാൻ ദൈവം ഇതിനെ ശുദ്ധീകരിച്ചിട്ടാണ് നാം ഇന്ന് ഭൂമിയിലായിരിക്കുന്നത്. അതുപോലെ തന്നെ സ്വർഗത്തെ അവനെ നിഷ്കാസനം ചെയ്യും, എന്നേക്കുമായിട്ട് സാത്താനെ അവിടെ നിന്ന് വെട്ടിക്കളയും. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായമൊക്കെ വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞിരിക്കുക എന്ത് നടക്കുമെന്നുള്ളത്. അങ്ങനെ അവനെ എന്നേക്കുമായിട്ട് നിഷ്കാസനം ചെയ്തിട്ട് അവനെയും അവൻ്റെ ദൂതന്മാരെയും സ്വർഗത്തിൽ, പിന്നെ അതിനുശേഷം സാത്താൻ എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഇല്ല. അതിനുശേഷം ദൈവം അതിനെ ശുദ്ധീകരിച്ച് നാം അതിൽ നിത്യം ദൈവത്തോടൊപ്പം വാഴും. അതാണ് ദൈവിക സ്വർഗീയ പദ്ധതി. സാത്താനാൽ വഞ്ചിതനായി വീണു പോകുന്ന മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം ഒരു വീണ്ടെടുപ്പ് പദ്ധതി പ്ലാൻ ചെയ്തു. അത് 2 ഫേസുകളായി 2 തലങ്ങളായി ആ പദ്ധതിയെ ചെയ്യുവാൻ ദൈവം ഉലക സ്ഥാപനം മുമ്പേ തീരുമാനിച്ചിരുന്നു എന്ന് ഞാൻ ഇതിനോടകം പറഞ്ഞു. അതാണ് ഒന്ന് ഭൂമിയെ വീണ്ടെടുക്കുന്ന പ്രോഫറ്റിക് പ്രോഗ്രാം. അതിനെയാണ് കിങ്ഡം ഓഫ് ഹെവൻ, സ്വർഗരാജ്യം എന്ന് പറയുന്ന സ്വർഗീയ പദ്ധതി. അതിനെയാണ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പറഞ്ഞിരിക്കുന്നതും പൗലോസ് അപ്പോസ്തലനാൽ എഴുതപ്പെട്ട ലേഖനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ പുസ്തകങ്ങളിലും പറഞ്ഞിരിക്കുന്നത് ആ പ്രോഫറ്റിക് പദ്ധതിയെക്കുറിച്ചാണ്. അതുപോലെ തന്നെ 2ാമത്തെ പദ്ധതിയാണ് സ്വർഗത്തെ വീണ്ടെടുക്കുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന പദ്ധതി. അതിനുവേണ്ടി ദൈവം മറച്ചു വെച്ചിരുന്ന പദ്ധതി ആയതുകൊണ്ടും അത് വെളിപ്പെടുത്താൻ ഒരാളെ വിളിച്ചിട്ട് അത് തനിക്ക് കാണിച്ചു കൊടുത്ത് തന്നിലൂടെ വെളിപ്പെടുത്തുന്ന പദ്ധതിയാണ് ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഈ കൃപായുഗത്തിൽ ആരംഭിച്ചിരിക്കുന്ന ലോകത്തിലുള്ള 95%, അതായത് യഹൂദനൊഴിച്ചെന്ന് പറയാൻ പറ്റത്തില്ല, ലോകത്തിലുള്ള സകല മനുഷ്യർക്കും രക്ഷപ്പെടുവാനുള്ള സ്വർഗീയ പദ്ധതിയായിട്ട് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന 2ാമത്തെ പദ്ധതി. ഇങ്ങനെ 2 ഫേസുകളായിട്ടാണ് മനുഷ്യനെ വീണ്ടെടുക്കുന്ന ദൈവിക പദ്ധതി ദൈവം പ്ലാൻ ചെയ്തിരുന്നത്. ഇന്ന് നമുക്ക് ക്രിസ്ത്യാനികൾക്ക് ഈ റൈറ്റ് ഡിവിഷൻ അറിയാത്തത് കാരണം ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇത് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ ഒന്നും കഴിയാത്തവണ്ണം ഇരുട്ട് മൂടിയിരിക്കുന്നു, കണ്ണിൽ ചെതുമ്പൽ മൂടിയിരിക്കുന്നു. അതൊന്നും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആകാശവും ഭൂമിയും എന്തിനെ സൃഷ്ടിച്ചുവെന്ന് ഒരു ദിവസം ഇരുന്നൊന്ന് കൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ യഹൂദൻ്റെ രക്ഷാപദ്ധതിയുമായി ഭൂമിയെ വീണ്ടെടുക്കുന്ന പദ്ധതിയുമായിട്ട് വളരെ അഡിക്റ്റായി പോയിരിക്കുന്നു. അവിടെയാണ് നാം ഈ തെറ്റായ ഉപദേശങ്ങൾ മുഴുവനും കുത്തി നിറച്ചിരിക്കുന്നത്. ഉപദേശങ്ങളെല്ലാം ശരിയാണ്, പക്ഷെ കൊടുത്തിരിക്കുന്ന റെസിപ്പിയൻ്റ് വേറെയാണ്, അത് കൊടുത്തിരിക്കുന്ന ആൾക്കാർ വേറെയാണ്. നമുക്ക് തന്നിരിക്കുന്ന പദ്ധതിയുണ്ട്, അതിൽ കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്ന ദൈവിക ആലോചനയാണ്. യഹൂദനെ രക്ഷിക്കപ്പെടുന്ന പദ്ധതി ആദം മുതൽ നോഹ മുതൽ അബ്രഹാമിൽ കൂടി, മോശയിൽ കൂടി, ദാവീദ് ഉടമ്പടിയിൽ കൂടി, യോഹന്നാൻ സ്നാപകനിൽ കൂടി, കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് 12 ശിഷ്യന്മാരിൽ കൂടി അത് അവരെ അറിയിച്ചിരിക്കുന്ന ഒരു ക്ലിയർ പദ്ധതിയാണ്. അത് അവർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ക്ലിയർ റൂട്ടാണ്. ആ റൂട്ടിൽ തന്നെ അപ്പോസ്തലനായ പൗലോസിനെ വിളിച്ചിട്ട് സ്വർഗത്തിൽ ദൈവം മറച്ചു വെച്ചിരുന്ന ഒരു സ്വർഗീയ പദ്ധതി, കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ച ആ ദൈവിക പദ്ധതിയുടെ മഹത്വം എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുക. അതിലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്ന ഒരു ബമ്പറി ലോട്ടർ പദ്ധതി ദൈവം നമുക്ക് ഓഫർ ചെയ്തിരിക്കുക. മനസ്സിലായോ? അതിലാണ് നാം ഇന്ന് രക്ഷിക്കപ്പെടുന്നത്. അതിൻ്റെ പ്രൊഡക്റ്റായ നമ്മളാണ് സ്വർഗം നമ്മുടെ സിറ്റിസണാണ്, നാം സ്വർഗത്തിലെ സിറ്റിസൺസ് ആണെന്ന് പറയുവാനായിട്ട് യോഗ്യതയുള്ളത്. എൻ്റെ പൗരത്വം സ്വർഗത്തിലാകുന്നു, എന്നെ സ്വർഗത്തിലേക്ക് ചേർക്കുവാൻ കർത്താവ് വരുന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, നമ്മുടെ കുറിവാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, അതായത് അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തി തരുവാൻ കഴിയുന്ന
തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമുക്ക് ഇവിടെ ജീവിക്കാനുള്ളൊരു ശരീരമാണ് തന്നിരിക്കുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന് ഉയർപ്പിൽ ലഭിച്ച ഒരു ശരീരമുണ്ട്. സ്വർഗാരോഹണം ചെയ്യുവാൻ കഴിയുന്ന, ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് അടച്ചിരിക്കുന്ന റൂമിൽ കതക് തട്ടാതെ നേരെ വന്ന് നടുവിൽ നിൽക്കുവാൻ കഴിയുന്ന ഒരു സ്വർഗീയ ശരീരമുണ്ട്. വെള്ളത്തിൻ്റെ മീതെ നടക്കുവാൻ കഴിയുന്ന ഒരു സ്വർഗീയ ശരീരമുണ്ട്. ആ ശരീരം പോലെയുള്ള ശരീരമാണ് ദൈവം നമുക്ക് ലഭിക്കുവാൻ പോകുന്നത്. അങ്ങനെ താഴ്ചയുള്ള ഈ ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമുക്കങ്ങനെ ദൈവത്തിൻ്റെ മഹത്വമുള്ള ഒരു ദൈവികമായ ഒരു മഹത്വമുള്ള ശരീരം നമുക്ക് ലഭിക്കും. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. മനസ്സിലായോ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിളി എന്താണ്, നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്താണ്, നമ്മുടെ രക്ഷാപദ്ധതി എന്താണെന്ന് നാം ആദ്യം മനസ്സിലാക്കണം. ഇവിടെ ഈ രണ്ട് പദ്ധതിയിലും സാധ്യമാക്കുന്നത് ക്രൂശിലെ യാഗത്തിൽ കൂടിയാണ്, കർത്താവിൻ്റെ യാഗത്തിൽ കൂടിയാണ്. കൊലോസ്യ ലേഖനത്തിൽ ഒരു ഭാഗം കൂടെ വായിച്ച് ഞാൻ ഇന്ന് തൽക്കാലം നിർത്താം. അടുത്ത ദിവസം ഞാനതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്, 20, 21, 22 അവിടെ പറയുകയാണ്, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ഹല്ലേലൂയ. അടുത്ത വാക്യം, മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്ന് ശത്രുക്കളായിരുന്ന നിങ്ങൾ, നമുക്ക് അങ്ങോട്ട് അടുക്കുവാൻ കഴിയാതെ വണ്ണം നാം ദൈവത്തിൽ നകന്നു പോയിരുന്നവരാ, അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. ഈ നിരപ്പിൻ്റെ ശുശ്രൂഷയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും അങ്ങോട്ട് അടുക്കുവാൻ കഴിയാത്തവണ്ണം നാം അകന്നു പോയിരുന്ന ദൈവത്തിൽ നിന്ന് നമ്മെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരമയാഗത്താൽ നമ്മെ പിതാവായ ദൈവത്തോട് അടുപ്പിച്ചിരിക്കുക. ഇത് തന്നെയാണ് 2 കൊരിന്ത്യൻസിൽ പറയുന്ന 5-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ പോൾ ആവർത്തിച്ച് പറയുന്നത്. ദൈവം ലോകത്തിൻ്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു. ആ നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സായി ഞങ്ങളിത് ലോകത്തോട് അറിയിക്കുവാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. പിതാവായ ദൈവം ഞങ്ങളോട് കൽപ്പിക്കുന്നതിന് തുല്യമായി ആ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുക. ഇതേ കാര്യം തന്നെയാണ് ഈ കൊലോസ്യ ലേഖനത്തിൽ ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിച്ചത്. കർത്താവ് കാൽവറിയിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും ദൈവത്തോട് അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അങ്ങനെ നാം പാപികളായിരുന്ന നമ്മെ ദൈവത്തോട് നിരപ്പിപ്പാൻ, ദൈവത്തിൻ്റെ ഭവനക്കാരായി നമ്മളെ തീർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയിരിക്കുക. താപ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ 26 മുതലുള്ള വാക്യങ്ങൾ നോക്കി അവിടെ പറയുകയാണ്, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ തൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഈ മർമ്മം പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമാണ്. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഈ ബൈബിളിൽ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിനാൽ ഇത് നമ്മളെ അറിയിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുക. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ, ഈ മർമ്മത്തിൻ്റെ ഈ രഹസ്യത്തിൻ്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഇന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുക, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുക. അത്ര ഒരു അഷ്വറൻസാണ് ദൈവം നമുക്ക് ഈ വെളിയിൽ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതാണ് നമ്മളെ വീണ്ടെടുക്കുന്ന സ്വർഗീയ പദ്ധതി. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ആ തുടക്കത്തെക്കുറിച്ചും ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചും ഈ 2 പദ്ധതികളെക്കുറിച്ചും ഒക്കെ പറഞ്ഞെങ്കിലും ആ സ്വർഗീയ പ്രത്യാശ അല്ലെന്നുണ്ടെങ്കിൽ സ്വർഗത്തിലാകുന്നു നമ്മുടെ പൗരത്വം എന്നുള്ള ആ ഒരു വിഷയം കൂടുതലായിട്ട് പൂർണ്ണമായിട്ടൊന്നും പറഞ്ഞ് തീർക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഈ മെസ്സേജ് തന്നെ അടുത്ത ആഴ്ചയിൽ ഞാൻ ഇതിൻ്റെ ബാക്കി ഭാഗം കണ്ടിന്യൂ ചെയ്യുകയും തിരുവചനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ കൂടെ എടുത്ത് കാണിച്ച് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്നും നാം നിത്യം സ്വർഗത്തിൽ വസിക്കാനുള്ളവരാണെന്നും കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ നാം ഇവിടെ നിന്ന് ചേർക്കപ്പെടുമെന്നും വനമേഘങ്ങളിൽ കർത്താവിനോടൊപ്പം ചേർന്ന് നാം എന്താ പറയുന്നത്, ജഡ്ജ്മെൻറ്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ ന്യായവിസ്താര സഭ, അവിടെ ചെന്ന് നാം ചെയ്ത പ്രവൃത്തികൾക്കെല്ലാം പ്രതിഫലം സ്വീകരിച്ച് നിത്യം സ്വർഗത്തിൽ വാഴുകയും അന്ന് മിഖായേൽ അവിടെ നിന്ന് സാത്താനെയും ദൂതന്മാരെയെല്ലാം വെട്ടി ഭൂമിയിലേക്ക് ഇട്ടുകളയുകയും നാം നിത്യം സാത്താനില്ലാത്ത
ദുഷ്ടതയില്ലാത്ത നിത്യ സ്വർഗത്തിൽ എന്നും നിത്യം വാഴും എന്നുള്ളൊരു വലിയ പ്രത്യാശയിലാണ് നാം ആയിരിക്കുന്നത്. ഇത്ര അതിമഹത്തായ ഒരു ദൈവിക വിളിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്ന ഒരുത്തർക്ക് പോലും ഇത് അറിയാതിരിക്കരുത് എന്ന് ഞാൻ വാസ്തവമായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം എന്നേക്കാൾ ഉപരി ആ വിഷയം നാം അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ ഒരു മെസ്സേജ് അതിലേക്ക് വെളിച്ചം വീശട്ടെ. ഈ ചിന്തകൾ നിങ്ങളുടെ ഹൃദയങ്ങളെ ആ ഒരു വിഷയത്തിലേക്ക് നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, അതിനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഈ സ്വർഗീയ പൗരത്വം ലഭിക്കാൻ നിങ്ങൾക്ക് വേറെ ഒന്നിൽ കൂടെയും ഈ പൗരത്വം ലഭിക്കത്തില്ല. അതിന് ഒരേ ഒരു മാർഗം, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ നമ്മെ ചേർപ്പാൻ വീണ്ടും വരുന്നു. ഈ ഒരു അടിപതറാത്ത വിശ്വാസത്താൽ നമുക്ക് ആ സ്വർഗീയ പൗരത്വത്തിന് അവകാശികളായി തീരുകയാണ്. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ നിന്ന് നമ്മൾ പിന്നെ ഭൂമിയിൽ വന്ന് താമസിക്കുന്നവരല്ല. ദൈവം ഉലക സ്ഥാപനത്തിന് മുമ്പേ അത് സൃഷ്ടിച്ചത് അതിനുവേണ്ടിയാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണാം, ഐ ഹാവ് സീൻ എ ന്യൂ ഹെവൻ ആൻഡ് എ ന്യൂ എർത്ത്. ദൈവം ഒരു പുതിയ സ്വർഗത്തെയും പുതിയ ഭൂമിയെയും സൃഷ്ടിക്കുന്നത് കാണാം. അവിടെയും അത് 2 തലങ്ങളായിട്ട് തന്നെ നിൽക്കുകയാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിത്യതയിലും 2 സ്ഥലങ്ങളായി 2 തലങ്ങളായി തുടരും. നമ്മുടെ പൗരത്വം സ്വർഗത്തിലായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിനോടൊപ്പം നാം നിത്യം സ്വർഗത്തിൽ വാഴും. ഈ പ്രത്യാശയാൽ ദൈവം നമ്മളെ നിറയ്ക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആശ്രയം യേശുവിലെന്നതിനാ ഭാഗ്യവാൻ ആശ്വാസമെന്നിൽ താൻ തന്നതിനാ ഭാഗ്യവാൻ ആശ്രയം യേശുവിലെന്നതിനാ ഭാഗ്യവാൻ ആശ്വാസമെന്നിൽ താൻ തന്നതിനാ ഭാഗ്യവാൻ
കർത്താധികർത്താവായി വാഴുന്നവൻ, മൃത്യുവേ വെന്നവൻ അത്യുന്നതൻ വിണ്ണിൽ കർത്താധികർത്താവായി വാഴുന്നവൻ. ആശ്രയം യേശുവിലെന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഇത്ര സൗഭാഗ്യമീക്ഷിതയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. ഇത്ര സൗഭാഗ്യം ഈക്ഷിതയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ പോരാത്ത കണ്ണീരെ മഞ്ഞിലുള്ളൂ, മഞ്ഞിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ പോരാത്ത കണ്ണീരെ മഞ്ഞിലുള്ളൂ, മഞ്ഞിലുള്ളൂ. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ സമയത്തെ ഒരു നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇത്രയും സമയം അടിയങ്ങളുടെ ആരാധന ദൈവം അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് കർത്താവേ പാടുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവേ ഹാലേലൂയ ദൈവത്തെ അമ്മയെ ഒന്നിച്ച് ആരാധിപ്പാനൊക്കെ തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. വചനം കേട്ടതായിരിക്കും തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ദൈവം വലിയ വിടുതലും ഉദ്ധാരണവും ദൈവം കൽപ്പിക്കേണ്ടതായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കഴിഞ്ഞ നാളുകളേക്കാൾ ഉപരിയായി കർത്താവിലുള്ള പ്രത്യാശ, കർത്താവിലുള്ളതായിരിക്കുന്ന വിശ്വാസം അവരുടെ ജീവിതത്തിൽ ദൈവം വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹാലേലൂയ. അങ്ങയുടെ വരവേത് സമയം നടികൾ അറിയുന്നില്ല എങ്കിലും കർത്താവേ ഹാലേലൂയ കറയും കളങ്കവും ഇല്ലാത്തവരായി നിൽക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കേണ്ടതായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പകലിൽ അങ്ങയുടെ ആത്മാവിനാൽ തന്നെ മക്കളെ ഓരോരുത്തരും അവിടെ നിന്ന് വഴി നടത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിദേശത്തും സ്വദേശത്തും ഒക്കെ ആയിരിക്കുന്നതായ തൻ്റെ മക്കളെ ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഹാലേലൂയ. തൻ്റെ മക്കളുടേതായിരിക്കുന്ന യാത്രയിൽ, അവരായിരിക്കുന്ന ജോലി സ്ഥലത്ത്, അവരായിരിക്കുന്നതായ കർത്താവേ എല്ലാ മേഖലകളിലും അങ്ങയുടെ സാന്നിധ്യം അവിടെ നിന്ന് പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹാലേലൂയ. പിന്നെയും അടികൾ കൂടി കാണുന്നവരെയും അങ്ങയുടെ കൃപയിൽ മറയ്ക്കണം കർത്താവേ. രക്തവളപ്പിൽ അടികൾ ഓരോരുത്തരെയും സൂക്ഷിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദുഷ്ടൻ്റെ സകല തന്ത്രങ്ങളെയും ഇവിടുന്ന് വിടിവിക്കേണ്ടതായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകല മഹത്വം അടികൾക്ക് വേണ്ടി ജീവനെ തന്ന് സ്നേഹിച്ച യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുണ്ടായി കേൾക്കണമേ സ്വർഗീയ അൻപുള്ള പിതാവേ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേൻ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേൻ.
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധ ആത്മാവിൻ്റെ കൂട്ടായ്മ അടികളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും, ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ വരവ് വരെയും എന്നും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ കൃപ എല്ലാവരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ഒന്നിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവിക സന്നിധിയിലെ സന്തോഷം അനുഭവിപ്പാനും കർത്താവ് ഇടയാക്കിയല്ലോ. വരുന്ന ഒരാഴ്ച മുഴുവനും ദൈവത്തിൻ്റെ കൃപയിൽ നടക്കുവാൻ, പരിപാലനത്തിലായിരിക്കാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കൃപയേറും കർത്താവിലെൻ വിശ്വാസം, അതിനാൽ ഹൃദയെന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം കൃപയാൽ മനോഹരമാ. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം കൃപയാൽ മനോഹരമാ. കൃപയേറും കർത്താവിലെൻ വിശ്വാസം, അതിനാൽ ഹൃദയെന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം കൃപയാൽ മനോഹരമാ. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം കൃപയാൽ മനോഹരമാ. കൃപയൊന്നെന്നാശ്രയമായി, കൃപയൊന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും കൃപയൊന്നെന്നാശ്രയമായി. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും കൃപയൊന്നെന്നാശ്രയം. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും കൃപയൊന്നെന്നാശ്രയമായി. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും കൃപയൊന്നെന്നാശ്രയമായി. കൃപയൊന്നെന്നാശ്രയമായി, കൃപയൊന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോരവൈരിയൻ ബലം അവൻ തകർത്തല്ലോ. എന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. എന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോരവൈരിയൻ ബലം അവൻ തകർത്തല്ലോ. എന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. എന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപയൊന്നെന്നാശ്രയമായി, കൃപയൊന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. ഓ, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമനിക്കവനെന്നാളും. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ
കൃപയൊന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. ചേർത്ത് പാടിയാട്ടെ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി എന്നാളും. കൃപ 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 കൃപയൊന്നെന്നാശ്രയമായി. കൃപ കൃപയൊന്ന്